PM നിയാസ് ഒന്ന് അങ്ങ് കേണൽ ഡിന്നിയുടെ വിമർശനങ്ങൾക്ക് ആദ്യം മറുപടി പറയും, എന്നിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. കേണൽ ഡിന്നി പറഞ്ഞത് പൂർണ്ണമായും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി എടുത്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ശ്ലാഘിച്ചാണ് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇന്ദിരാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും അവർ ആക്രമിക്കില്ലായിരുന്നു. പക്ഷെ ഒരു ആർജവം, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഔചിത്യബോധം എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അതേപോലെ ഒരു രാഷ്ട്രീയ രംഗത്തെ ഒരു അധികായൻ എന്ന നിലയ്ക്കൊന്നും വേണ്ട, ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഒരു ആർജവം വേണ്ടേ ഇന്ത്യയുടെ. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഡെന്നി ഇവിടെ പറഞ്ഞൊരു കാര്യം വ്യാപാര കരാറിനെ കുറിച്ച്. എന്താ വ്യാപാര കരാറിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല. ഒറ്റ പരുത്തി കർഷകർക്ക് മാത്രമാണ് 5 കോടി ജനങ്ങളാണ് പരുത്തിയെ ആശ്രയിച്ച്, ടെക്സ്റ്റൈൽ മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യയിൽ കഴിയുന്നത്. ആ പരുത്തി, അമേരിക്കയിലുള്ള പരുത്തി നമ്മൾ സീറോ തീരുവയിലൂടെ ഇറക്കാൻ അനുമതി കൊടുക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് 18% തീരുവയാണ്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്നും സീറോ തീരുവയിലാണ് US ഇറക്കുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖലയുടെ അവസ്ഥ എന്താകും? ഇന്ത്യയിൽ ജനിതക മാറ്റം വരുന്ന നിരവധികളായ കാര്യങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കേണ്ട സാഹചര്യമുണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ എവിടെ നിന്ന് സാധനം വാങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണോ? അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണോ? ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് 50% തീരുവ ഉണ്ടാക്കിയപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റി? അവസാനം അദ്ദേഹത്തിന് തന്നെ മാറ്റിയപ്പോഴല്ല US കോടതി പോലും അത് വേണ്ടെന്ന് വെച്ച സാഹചര്യം ഉണ്ടായല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ എവിടെ നിന്നും എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം, പരമാധികാരം ഇന്ത്യക്കാണ്. അത് ട്രംപല്ല തീരുമാനിക്കേണ്ടത്. റഷ്യയിൽ നിന്ന് വാങ്ങണോ, വില കുറച്ച് കിട്ടുമ്പോൾ വാങ്ങേണ്ടി വന്നാൽ അത് തീരുമാനിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അങ്ങേക്ക് പ്രദീപ് പിള്ളയ്ക്ക് പറയാൻ പറ്റുമോ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും ഇഷ്ടപ്പെടുമെങ്കിൽ ഈ റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള അവസ്ഥയുണ്ടോ? ഇല്ലല്ലോ. അമേരിക്ക വാങ്ങരുത് എന്ന തീരുമാനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അക്കാര്യം ഇതുവരെയും ഇന്ത്യ ഗവൺമെൻറ് വേണ്ടിയിട്ടില്ല. പക്ഷേ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് ഈ ആർജവം കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും രാവിലെ ശ്രീ നരേന്ദ്രമോദി വന്നു നിന്നിട്ട് മിസ്റ്റർ ട്രംപ് ബിവേർ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയണമെന്നാണോ, വരട്ടണമെന്നാണോ, അതോ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ട്രാറ്റജിക്കായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമെന്നാണോ? ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തി. ആ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കേണ്ടത് ആരാ? ഇന്ത്യ തീരുമാനിക്കുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞ അവകാശവാദം, എനിക്ക് നോബൽ സമ്മാനം തരൂ, എനിക്ക് നോബൽ സമ്മാനം തരൂ, തന്നില്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് നോവയോട് പറഞ്ഞ് ട്രംപിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. എല്ലാ ബഹുമാനം വെച്ച് പറയട്ടെ, എത്ര തവണ അദ്ദേഹം ആവർത്തിച്ചു? ഒരു തവണയെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിസ്റ്റർ ട്രംപ് താങ്കൾ വിവരക്കേട് പറയരുത്, താങ്കൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനുള്ള ആർജവം അങ്ങ് പറഞ്ഞല്ലോ 2-3 വാക്ക്. ആ ആർജവം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടേ? ഒറ്റത്തവണ അങ്ങ് പറയുന്നത് പച്ചക്കള്ളമാണ്, ഇന്ത്യ എടുത്ത തീരുമാനമാണ്, ഇന്ത്യയുടെ പരമാധികാരത്തിൽ അങ്ങ് കൈ വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ഒരു സാധാ ഒരു ക്ലീഷേ ഡയലോഗെങ്കിലും അങ്ങ് പറയാൻ കഴിയാത്ത സമയം